മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പണം ഉണ്ടാക്കാൻ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഈ പുസ്തകം കോരപ്പാപ്പിന് സ്തുതിയായിരിക്കട്ടെ, ഇത് ടി ഡി രാമകൃഷ്ണൻ്റെ നോവലാണ്. ഞാനിപ്പോൾ വായിച്ചു കഴിഞ്ഞുള്ളൂ സംഭവം. ടി ഡി രാമകൃഷ്ണൻ്റെ ആദ്യത്തെ പുസ്തകമുണ്ട്, അതായത് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടാം പാർട്ടാണിത്. അപ്പോൾ ഈ ഫ്രാൻസിസ് ഇട്ടിക്കോരയെ തന്നെ ഒരുപാട് ഈ പറയുന്ന പോലെ ലൈംഗികതയായിട്ടുള്ള ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ലൈംഗികതയെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൊരു പുസ്തകമായിരുന്നില്ല. അതിൽ ഈ കോരപ്പാപ്പൻ എന്നുള്ള ക്യാരക്ടർ, കുന്നംകുളം ബേസിട്ടുള്ള കുറേ നിഗൂഢതകൾ, 18-ാം കൂറ്റുകാരൻ എന്ന് പറയുന്ന കുടുംബം, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിരുന്നു. ഇതിപ്പോൾ എന്താ സംഭവിച്ചാണെങ്കിൽ ചില സിനിമകളുടെ കാര്യം പറയുന്ന പോലെയാണ്, എന്തിനാണ് സെക്കൻഡ് പാർട്ട് ഇറക്കുന്നതെന്ന് അറിയാത്ത പോലെ ഇറക്കിയ പോലെ ഒരു പുസ്തകമാണ് ആയിട്ടാണ് എനിക്ക് ഈ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ തോന്നിയത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ ഈ പുട്ടിന് പീരിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഹൈപ്പേഷ്യയുടെ ശരീരത്തിന്റെ വർണ്ണന, കാമശാസ്ത്രത്തിന്റെ വർണ്ണന, സംസ്കൃതത്തിലെ കുറെ കോട്ടുകൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ന്യൂജൻ പിള്ളേരെ ആകർഷിക്കാനാണോ അതോ നമുക്കും ലോകം മാറിയെന്ന് തെളിയിക്കാനാണോ എന്നറിയില്ല, ടി ഡി രാമകൃഷ്ണൻ ഇതിൽ നമ്മുടെ ശങ്കരാടിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കെ പോപ്പ്, ഇച്ചിരി മെഷീൻ ലേണിംഗ്, ഇച്ചിരി ആൻഡ്രൂ ടേറ്റ് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് പറയുന്ന കേട്ട് നമുക്കിത് അറിയാത്ത പോലെ തോന്നും, അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ തോന്നും. നമുക്ക് ഒട്ടും ഓർഗാനിക് ആയിട്ട് തോന്നില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നത്. പിന്നെ ഈ കോരപ്പാപ്പൻ എന്ന് പറയുന്ന ആൾ, പുള്ളി ആരോ സൂപ്പർമാനോ? അതായത് ഇത് ഫിക്ഷനാണ് അതിൽ എഴുതിയിട്ടുണ്ട്. ഫിക്ഷനൊക്കെ ഒരു പരിധിയില്ലേ? അതായത് ഇതിൽ നമ്മുടെ, എനിക്ക് ചിരിയാവുന്നു, ഞാൻ വായിച്ച ഒരു ദിവസം ഫുള്ളിരുന്ന് ചിരിച്ചു. അതായത് ഈ മൈക്കലാഞ്ചലോയുടെ ഡേവിഡ് എന്ന് പറയുന്ന ഒരു ശില്പമുണ്ട്. മൈക്കലാഞ്ചലോ ചെയ്തിട്ടുള്ള ഡേവിഡ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ശില്പങ്ങളിലൊന്നാണ്. അപ്പം മൈക്കലാഞ്ചലോ പണ്ട് കോരപ്പാപ്പനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ദേഹം നോക്കി തട്ട് ഡേവിഡ് വരച്ചത്. മൈക്കലാഞ്ചലോയുടെ ടീമൊന്നും കേൾക്കണ്ട, വെടി വെച്ച് കൊല്ലും. അതായത് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രീനെ ബോംബിട്ട് തകർക്കും ആൾക്കാർ. അമ്മാതിരി സാധനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ കോരപ്പാപ്പന് ഇതിൽ ജനിക്കുന്നു, മരിക്കുന്നു, പൂവാവുന്നു, പുഴുവാവുന്നു, പറക്കുന്നു. കോരപ്പാപ്പന് പറ്റാത്തതൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ആത്മാവില്ലാത്ത എഴുത്താണ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ, പിന്നെ ഈ DC പോലത്തെ പ്രസാധകർ വേറൊരു വലിയ ചതി നമ്മളോട് ചെയ്യുന്നുണ്ട്. ആ ചതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഈ പുസ്തകം കണ്ടോ, ഇതിൻ്റെ നല്ല ക്വാളിറ്റി പേജസ് ആണ്, അസലായിട്ടുണ്ട്. പക്ഷേ 400 പേജുള്ള ഈ പുസ്തകത്തിന് 600 രൂപയാണ് വില. ഈ കിടപ്പാടം വിറ്റ് പുസ്തകം വാങ്ങാൻ പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. അത്ര ഈ പറയുന്ന പോലെ എന്താ പറയുക, അത്ര ക്വാളിറ്റി വേണമെന്നില്ല. കുറച്ച് ക്വാളിറ്റി കുറഞ്ഞാലും ഈ സംഭവങ്ങൾ നമുക്ക് വായിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് പാർട്ട് വിജയിച്ചു, കുറച്ച് ലൈംഗികതയും കുറച്ച് അതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് പ്രൈസിന് ഇറക്കിയാലും ആൾ വാങ്ങും. ഞാൻ വാങ്ങിയല്ലോ, അല്ല ഞാൻ പൊതുവേ എല്ലാ പുസ്തകങ്ങളും വാങ്ങുന്ന ആളാണ്, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പം എൻ്റെ ഒരു അഡ്വൈസ് എന്താണ്, നിങ്ങൾക്ക് ഈ സാധനം വായിക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ കാശ് കൊടുത്ത് വാങ്ങണമെന്നില്ല, ആരുടെയും കയ്യിലുണ്ടെങ്കിൽ വായിച്ചാൽ മതി. ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ DC പോലുള്ള പ്രസാധകരോട് ഞാൻ പറഞ്ഞ പോലെ ഈ വേലയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കാക്കിയ നന്നായിരുന്നു. എന്തായാലും ഇപ്പം എനിക്ക് ശാപം കിട്ടാൻ വേണ്ട, കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ.